രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അതിജീവിതയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. രാഹുൽ രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിൽ വലിയ രീതിയിലുള്ള ബന്ധമുള്ള ആളാണ്. അതിജീവിതയും അതുപോലെ തന്നെ സാക്ഷികളെയും ഭീഷണിപ്പെടുത്താനും അവരെ മൊഴിമാറ്റിക്കാനുള്ള ശ്രമമുണ്ടാകും. മാത്രമല്ല സൈബർ ബുള്ളിങ്ങിന് ഈ അതിജീവിതമാർ ഇരയായിട്ടുണ്ട്. ഈ വ്യക്തി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കേസിൽ, അതായത് ഇപ്പോൾ അറസ്റ്റിലായ കേസിലെ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി അടക്കം പുറത്തു വരുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വിവാഹിതരായിട്ടുള്ള ആൾക്കാർ വിവാഹിതരല്ലാത്ത യുവതികളടക്കമുള്ള ആൾക്കാരിലൂടെ ബന്ധം സ്ഥാപിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ കുറേയേറെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ചൂഷണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള 13 പോയിന്റുകൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആദ്യം ഈ പെൺകുട്ടിയുടെ പരാതികൾ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കുട്ടിയല്ല അത് എന്ന് പറയുകയും ആ പെൺകുട്ടി DNA പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ അതിന് തയ്യാറായിരുന്നുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുലിൻ്റെ DNA പരിശോധന നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രക്തസാമ്പിളുകൾ ശേഖരിച്ചു. അപ്പോൾ തന്നെ ഇയാളുടെ ലൈംഗിക ശേഷി പരിശോധനയടക്കം ഇന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടന്ന വൈദ്യപരിശോധനയിൽ നടത്തിയിട്ടുണ്ട്. എന്തിനായാലും ഇത് സംബന്ധിച്ച് വാദങ്ങളെല്ലാം തന്നെ കേട്ട ശേഷമാണ് രാഹുലിന് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് കോടതി എത്തിയത്. അങ്ങനെ 14 ദിവസത്തേക്ക് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അപ്പം തന്നെ ഈ അതിജീവിതയുടെ മൊഴി കൂടി പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലാണ്, 2023 സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ അതിജീവിതയും തമ്മിൽ സൗഹൃദത്തിലാവുന്നത്. ഒരു അബദ്ധത്തിൽ അയച്ച ഒരു മെസ്സേജ്, വേറൊരു സുഹൃത്തിന് അയച്ച മെസ്സേജ് രാഹുലിന് മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും തുടർച്ചയായി പലതരത്തിലുള്ള ഗുഡ് മോർണിംഗും ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി മെസ്സേജ് അയക്കുകയും സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ഭർത്താവും താൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഭർത്താവിനെ ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് പലതവണ തന്നെ നേരിൽ കാണണമെന്നുള്ള ആവശ്യം രാഹുൽ ഉന്നയിച്ചു. അവസാനം 2024 ഏപ്രിൽ 8-ാം തീയതി തിരുവല്ലയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. തിരുവല്ലയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. എന്നാൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്നത് തൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് മോശമാകും. താൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആ പൊളിറ്റിക്കൽ കരിയർ തകരാൻ സാധ്യതയുണ്ട്. ഒരു പെൺകുട്ടിയുമായി ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്ന് സംസാരിക്കുന്നത് അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ സമീപത്തൊരു ഹോട്ടലുണ്ട്, അവിടെ ഒരു റൂം എടുത്ത് അവിടെ താമസിക്കാൻ പറയുകയായിരുന്നു. അവിടെ പെൺകുട്ടി രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം റൂം എടുക്കുകയും ആദ്യമായിട്ടാണ് രാഹുലും പെൺകുട്ടിയും തമ്മിൽ കാണുന്നത്. അവിടെ എത്തുന്ന സമയത്ത് നേരെ പാഞ്ഞടുത്ത് വന്ന് ആക്രമിക്കുകയായിരുന്നു. ക്രൂരമായിട്ടുള്ള ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ മൊഴിയുടെ പൂർണ്ണ ഭാഗങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല. അത്രയും വൾഗറായിട്ടുള്ള, അത്രയും അശ്ലീലകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഒരാളോടും, ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചെയ്യരുതാത്ത രീതിയിലുള്ള ആക്രമണം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഗർഭിണിയായ ശേഷം അയാൾ പലതവണ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. മറ്റാരുടെയോ കുഞ്ഞിൻ്റെ ഭാരം തൻ്റെ തലയിൽ വെക്കേണ്ടതില്ല എന്നുള്ള ഒരു മറുപടി കൂടി അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. തന്നെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയി. തൻ്റെ കയ്യിൽ നിന്ന് അയാൾ പണം വാങ്ങിച്ചിട്ടുണ്ട്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ട്, ചെരുപ്പ്, ഷർട്ട്, ഷൂ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നുള്ള മൊഴി കൂടിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും റിമാൻഡ് റിപ്പോർട്ടായാലും ഈ മൊഴിയായാലും പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്.